എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുവൈറ്റിലെ ദോഹ എന്ന സ്ഥലമാണ്. നമ്മുടെ കൂടെ സനീഷും അനീജയും ഉണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, അവിടെ ഒരു കപ്പൽ സെമിട്രി ഉണ്ട്. ആ ഷിപ്പ് ഗ്രേവ്യാർഡിലേക്കാണ് ഇന്ന് നമ്മളുടെ യാത്ര. എല്ലാ കൂട്ടുകാർക്കും ഹിസ്റ്റോമീറ്ററിലേക്ക് സ്വാഗതം. Histometer Journey Through History. ഇതാണ് ഞാൻ പറഞ്ഞ ദോഹയിലെ ഷിപ്പ് ഗ്രേവ്യാർഡ്. ആദ്യ കാഴ്ച തന്നെ ഭയവും ഉത്കണ്ഠയും ആകാംക്ഷയും നിറഞ്ഞതായിരുന്നു. കണ്ണെത്താ ദൂരത്തോളം വിസ്മൃതിയിലാണ്ട കപ്പലുകളുടെ കൂട്ടം. അത് ശരിക്കും ഉള്ളിലൽപ്പം ഭയം നിറയ്ക്കുന്ന കാഴ്ച തന്നെയാണ്. ഈ കാഴ്ചകൾക്കപ്പുറം ഈ കപ്പലുകൾക്കും ഈ പ്രദേശത്തിനും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും, അല്ലേ? അത് തേടി തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഗൾഫ് യുദ്ധകാലത്തിന് മുമ്പ് തന്നെ ഇത് കപ്പലുകളുടെ ശവപ്പറമ്പായിരുന്നു. വർഷം 1990-91 കാലഘട്ടങ്ങളിൽ ഇറാഖ് അധിനിവേശത്തിന് ശേഷം കപ്പൽ ശ്മശാനത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. സംഘർഷ സമയത്ത് ഷുവൈക്ക് തുറമുഖത്തേക്ക് പ്രവേശനം തടയുന്നതിനായി ധാരാളം കപ്പലുകൾ ഉപയോഗിച്ച് ഒരു കവചം നിർമ്മിച്ചു. അന്ന് നടന്ന വലിയ സംഘർഷത്തിൽ പല കപ്പലുകളും പാടെ നശിച്ചുപോയി. പലതും മനഃപൂർവ്വം കടലിലേക്ക് മുക്കുകയും ചെയ്തു. ആ കപ്പലുകളുടെ എല്ലാം അവശിഷ്ടങ്ങൾ ഈ പ്രദേശത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. പിന്നീട് കാലക്രമേണ ശ്മശാനം വലുതായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഗ്രേവ്യാർഡിൻ്റെ ചരിത്രം തികഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് നടന്നു. ഇവിടെ വലിയ കപ്പലുകളും ഷിപ്പിംഗ് ബോട്ടുകളും ഒക്കെ കിടക്കുന്നു. നമുക്ക് വലിയ കപ്പലിനുള്ളിലേക്ക് കയറാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവിടെ ഒരു ഷിപ്പിംഗ് ബോട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറി. ഈ അവശിഷ്ടങ്ങൾക്കൊക്കെ എന്തൊക്കെ കഥകൾ പറയാനുണ്ടാവും, അല്ലേ? ഈ തുരുമ്പ് കൂട്ടത്തിൽ എവിടെയോ അവനുണ്ട്. അൽ സമദൂൺ. കുവൈറ്റിന്റെ എണ്ണ ടാങ്കറായിരുന്നു അൽ സമദൂൺ. 1990 ഇറാഖ് കപ്പലുമായി സമദൂൺ കൂട്ടിയിടിച്ചു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതിനാൽ ഈ സംഭവം ആഭ്യന്തരമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. കാര്യമായ മനുഷ്യ ജീവഹാനി സംഭവിച്ചില്ലെങ്കിലും എണ്ണച്ചോർച്ച മൂലമുണ്ടായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വളരെ വലുതായിരുന്നു. അവിടെ നിന്നിങ്ങോട്ട് ഈ പ്രദേശം പരിസ്ഥിതി മലിനീകരണം കൊണ്ട് ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിപ്പെട്ടു. കപ്പലിന്റെ അടുത്തേക്ക് ഞാൻ നടന്നു. എല്ലാം തുരുമ്പ് പിടിച്ച് നശിച്ചിരിക്കുന്നു. ഒരു വല്ലാത്ത കാഴ്ചയാണിതെല്ലാം. ഇപ്പോൾ വേലിയിറക്ക സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ളിലേക്ക് നടന്നു പോകാൻ കഴിയും. ഇവിടെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഒരുപാട് കടൽ ജീവികൾക്കും മത്സ്യങ്ങൾക്കുമൊക്കെ ജീവഹാനി സംഭവിച്ചിരിക്കുന്നത്. അത്രത്തോളം വിഷമയമായിരിക്കുന്നു ഈ കടൽ. പിന്നീട് നടന്നത് മീന അൽ അഹമ്മദി ഓയിൽ ടാങ്കർ കൂട്ടിയിടിയായിരുന്നു. 2001 ഇത് സംഭവിച്ചത്. ആ കപ്പലിൻ്റെയും അവശിഷ്ടങ്ങൾ ഈ പ്രദേശത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. കപ്പലുകളിൽ നിന്നുള്ള ഓയിലും രാസവസ്തുക്കളും ലോഹത്തിൻ്റെ അപചയവും കടൽ ജീവികളെ സാരമായി ബാധിച്ചു. കടൽ ജീവികൾക്ക് ഇതുമൂലം വൻ ഭീഷണിയാണ് ഉയർന്നിരിക്കുന്നത്. ഗൾഫ് യുദ്ധത്തിന് ശേഷം ഗ്രേവ്യാർഡ് വൃത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെങ്കിലും അവശിഷ്ടങ്ങളുടെ എണ്ണം പെരുകുന്നതും ഇവ നീക്കം ചെയ്യാനുള്ള ചെലവും കണക്കിലെടുത്ത് അത് ഉപേക്ഷിച്ചു. ഇപ്പോഴും ഇതിനു വേണ്ടിയുള്ള ഫണ്ടിങ് നടക്കുകയാണ്. അപ്പോഴും വെല്ലുവിളിയാകുന്നത് ഈ കപ്പൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യുന്ന സങ്കീർണതയും വെല്ലുവിളി നിറഞ്ഞതുമായ പ്രവർത്തനമാണ്. എത്രയും പെട്ടെന്ന് പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും വെല്ലുവിളിയാവുന്ന ഈ ഗ്രേവ്യാർഡ് ഇവിടെ നിന്ന് മാറിപ്പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എന്തായാലും കുവൈറ്റിലുള്ളവർ ഈ സ്ഥലം ഒരു തവണയെങ്കിലും കാണണമെന്നേ ഞാൻ പറയൂ. മാളുകളും മണിമന്ദിരങ്ങളും മാത്രമല്ല, ഇതുപോലെ തുരുമ്പെടുത്ത ചരിത്ര അവശേഷിപ്പുകളും നമ്മളുടെ ഉള്ളിൽ അറിവിൻ്റെ വിത്ത് മുളപ്പിക്കും. ഇതുപോലുള്ള ചരിത്ര സ്ഥലങ്ങളും കഥകളും നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ തീർച്ചയായും ഹിസ്റ്റോമീറ്ററിനെ ഫോളോ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ചരിത്ര കഥകളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. Histometer Journey Through History.